നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ള വിമാനത്തിൽ നാടകീയ സംഭവവികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. 2 യാത്രക്കാരെ ഇറക്കിവിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു 2 വനിതാ യാത്രക്കാർ. ഇവരെ സ്പേസ് ജെറ്റ് വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടു. സ്പേസ് ജെറ്റ് വിമാനത്തിലാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇവരെ പിന്നീട് CISFന് കൈമാറി. CISF എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിമാനത്തിലാണ് ഈ സംഭവവികാസങ്ങൾ, മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. പറന്നുയരുന്നതിനായി വിമാനം നീങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു വനിതാ യാത്രക്കാർ കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത്. തുടർന്ന് വിമാനം ടെർമിനലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. ഈ 2 പേരും വഴക്ക് കൂടിക്കൊണ്ടായിരുന്നു കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വിമാനം നീങ്ങുന്നതിനിടെ ഇവർ 2 പേരും തമ്മിൽ വഴക്കാകുന്നു. സീറ്റിലിരിക്കാൻ സഹയാത്രികരും ക്യാബിൻ ക്രൂവും ഇവരോട് നിർദ്ദേശിക്കുന്നു. പക്ഷെ 2 പേരും ഇത് കൂട്ടാക്കാൻ തയ്യാറായില്ല. തുടർന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് നടത്തി. പക്ഷേ ഇവർ 2 പേരും തർക്കം തുടരുന്നു. സംഘർഷം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2 പേരും അടങ്ങുന്നില്ല. തുടർന്ന് വിമാനം ബേയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. സുരക്ഷാ ഏജൻസിക്ക് ഇവരെ കൈമാറി. സംഭവത്തെ തുടർന്ന് 7 മണിക്കൂറോളം വിമാനം വൈകുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി വിമാനത്തിൽ കയറുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങുന്ന സാഹചര്യം, പലപ്പോഴും സാങ്കേതിക തകരാറുകൾ ആയിരിക്കാം, ചിലപ്പോൾ വിമാനം വൈകി എത്തുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള കാരണങ്ങൾ, അതായത് പരസ്പരം വിമാനത്തിലെ 2 യാത്രക്കാർ തമ്മിൽ വഴക്ക് കൂടി ആ ഒരു കാരണം കൊണ്ട് വിമാനം 7 മണിക്കൂറോളം വൈകുന്നു. ആ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും, ഒരു സർവീസിനെ മുഴുവൻ അത് വലിയ രീതിയിൽ ബാധിക്കുന്നു. ഇത് എന്ത് രീതിയിലുള്ള നഷ്ടങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തടസ്സം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുംബൈയിലേക്ക് പുറപ്പെടേണ്ട വിമാനം വൈകിട്ട് 7:21 പിന്നീട് യാത്ര നടത്തിയത്. മറ്റ് യാത്രക്കാരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് വിമാനം ബേയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. സ്പേസ് ജെറ്റ് പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് SG-9282 എന്ന വിമാനത്തിലായിരുന്നു ഈ നാടകീയ സംഭവ വികാസങ്ങൾ നടന്നത്. ക്യാബിൻ ക്രൂ, സഹയാത്രികർ, ക്യാപ്റ്റൻ എന്നിവരുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇവർ സീറ്റുകളിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് വിമാനത്തിൽ ശല്യമുണ്ടാക്കി ഇവർ വിമാനത്തിലിരുന്ന് ബഹളം വെച്ചു. പക്ഷേ എല്ലാ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മാനിച്ച് ക്യാപ്റ്റൻ വിമാനം തിരികെ ബേയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ 2 യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്താക്കി തുടർ നടപടികൾക്കായി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് കൈമാറി. എന്തായാലും നാടകീയ സംഭവ വികാസങ്ങളാണ് വിമാനത്തിനുള്ളിൽ അരങ്ങേറിയത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇവർക്കിടയിലെ പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം എന്ത് തന്നെയായാലും അത് ഇത്രയും യാത്രക്കാരെ ബാധിച്ചു, ഒരു സർവീസിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ ഒരു വഴക്ക് അല്ലെങ്കിൽ തർക്കം നയിക്കപ്പെട്ടു എന്നതാണ് ഇവിടെ ഏറ്റവും ഗൗരവതരമായി മാറിയിരിക്കുന്നത്. കൃത്യസമയത്ത് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് എന്തായാലും ഏറെ വൈകുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് യാത്രക്കാരെയും ക്യാബിൻ ക്രൂവിനെയും അടക്കം വലിയ രീതിയിൽ ആദ്യം ആശങ്ക ഉണ്ടാക്കുന്നു. പിന്നീട് അതൊരു ബുദ്ധിമുട്ട് എന്ന രീതിയിലേക്ക് കടക്കുന്നു. ഉച്ചയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം 6 മണിക്കൂറിലധികം കഴിഞ്ഞാണ്, വൈകുന്നേരത്തോടെയാണ് പിന്നീട് പുറപ്പെടുന്നത്. അത്രയും മണിക്കൂറുകൾ യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള സംഭവ വികാസങ്ങൾ. ക്യാബിൻ ക്രൂ പലതവണ മുന്നറിയിപ്പ് നൽകി. പക്ഷേ 2 യാത്രക്കാരും സീറ്റിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായില്ല. വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ അടക്കം ഇടപെട്ടു. പക്ഷേ ഇവർ ഇതിനിടയിൽ കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു മുൾമുനയിൽ നീണ്ടു നിന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ആ യാത്രക്കാർ കടന്നുപോയത്. അതേസമയം മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. ദുബായിലേക്കുള്ള സ്പേസ് ജെറ്റ് വിമാനം വൈകിയതോടെ യാത്രക്കാർ വലഞ്ഞു. 10 മണിക്കൂറിലേറെയാണ് വിമാനം വൈകിയത്. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട വിമാനം മണിക്കൂറുകളാണ് വൈകിയത്. ഇതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടായി. എയർലൈൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ആശയവിനിമയവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ലെന്നും യാത്രക്കാർ ആരോപിച്ചു. ജൂലൈ 13 അർദ്ധരാത്രി 1:50 പുറപ്പെടേണ്ട SG-13 വിമാനം അവസാന നിമിഷം സാങ്കേതിക തകരാറ് കാരണം വൈകി. വിമാനത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം വേണ്ടി വന്നു. പക്ഷേ ജീവനക്കാരുടെ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു വിവരമാണ് സ്പൈസ് ജെറ്റ് വക്താവ് വ്യക്തമാക്കിയത്. അസൗകര്യത്തിൽ എയർലൈൻ വക്താവ് ഖേദം പ്രകടിപ്പിച്ചു. തുടർന്ന് രാവിലെ മറ്റൊരു ക്രൂവിനെ നിയോഗിച്ചു. മിനിറ്റുകൾ മാത്രം വൈകുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ മണിക്കൂറുകളാണ് കാത്തിരിക്കേണ്ടി വന്നത്. ആരും തന്നെ വ്യക്തമായൊരു വിശദീകരണം കൊടുത്തില്ല. കാത്തിരിക്കാൻ മാത്രമാണ് ജീവനക്കാർ പറഞ്ഞത് എന്നാണ് യാത്രക്കാർ എക്സ് പ്ലാറ്റ്ഫോമിലടക്കം വ്യക്തമാക്കിയത്. വിമാനം മണിക്കൂറുകളാണ് വൈകിയത്. യാത്രക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. യാത്രക്കാർ വിമാനത്താവളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നു.
തങ്ങൾക്ക് നിലത്ത് കിടക്കേണ്ടി വന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ യാത്രക്കാർ ഉന്നയിക്കുകയുണ്ടായി. സ്വന്തമായി ഭക്ഷണം കഴിക്കേണ്ടി വന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് യാത്രക്കാർ പറഞ്ഞത്. എയർലൈൻ ഒരു സൗകര്യവും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടായിട്ട് അവർ ഒരുക്കി കൊടുത്തില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ഇംഗ്ലണ്ടിലെ എസെക്സിലുള്ള സൗത്ത് എൻഡ് വിമാനത്താവളത്തിൽ ജെറ്റ് വിമാന ദുരന്തം. കഴിഞ്ഞ ദിവസം ആണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. സൗത്ത് എൻഡ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് 12 മീറ്റർ നീളമുള്ള ജെറ്റ് വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ കത്തിയമർന്നു. ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വിമാനം 180 ഡിഗ്രി തിരിയുകയായിരുന്നു. പെട്ടെന്ന് തീപിടിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നോ ആരെങ്കിലും മരിച്ചോ എന്നതടക്കമുള്ള കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം, ഒരു വിവരം ഇതുവരെ വന്നിട്ടില്ല. ക്രൊയേഷ്യയിൽ നിന്നും എത്തി നെതർലാൻഡിലേക്ക് പോവുകയായിരുന്ന മെഡിക്കൽ ട്രാൻസിറ്റ് ജെറ്റാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപകടത്തെ തുടർന്ന് രാത്രി ഇവിടെ നിന്നും പുറപ്പെടേണ്ടുന്ന 5 സർവീസുകൾ റദ്ദാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. വിമാനത്താവളം തൽക്കാലം അടച്ചിട്ടു. വിമാനത്താവളത്തിലെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ സംഘവും എസെക്സ് പോലീസും സംയുക്തമായി സംഭവത്തെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവാം. കഴിഞ്ഞ ദിവസം ദില്ലിയിലുണ്ടായ ഒരു വാർത്തയാണ്. ദില്ലിയിൽ കാലാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റമുണ്ടായി. മഴ ശക്തമായി. റോഡ് ഗതാഗതം വലിയ രീതിയിൽ, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും പലയിടങ്ങളിൽ ഉണ്ടാകുന്നത് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ, പ്രത്യേകിച്ച് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വിമാനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് ദില്ലി വിമാനത്താവള അധികൃതർ നിർദ്ദേശം നൽകുന്ന സാഹചര്യമുണ്ടായി. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് ദില്ലി മെട്രോ ഉപയോഗിക്കാനുള്ള നിർദ്ദേശമാണ് യാത്രക്കാർക്കായി നൽകിയത്. വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സമയക്രമീകരണങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും യാത്രക്കാരോട് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിങ്ങളുടെ യാത്ര തടസ്സരഹിതമാക്കാൻ ഞങ്ങളുടെ ഓൺ ഗ്രൗണ്ട് ടീമുകൾ ശ്രമിക്കുന്നുണ്ട് എന്നും ദില്ലി വിമാനത്താവളം പ്രസ്താവനയിലൂടെ അറിയിക്കുകയുണ്ടായി. ദില്ലിയിലെ ചിലയിടങ്ങളിൽ കനത്ത മഴ, മണിക്കൂറിൽ 57 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടക്കം വീശി. പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു അറിയിപ്പ് വന്നത്. ദില്ലിയിൽ നിലവിൽ പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. പക്ഷേ ഒരാഴ്ച മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയുണ്ടായി. ഞായറാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8:30 വരെ സഫ്ദർജംഗിൽ 10.1 മില്ലിമീറ്റർ മഴ, പ്രഗതി മൈതാനിൽ 13.6 മില്ലിമീറ്റർ, ജനകപുരിയിൽ 0.5 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ടായി. പ്രഗതി മൈതാനിൽ മണിക്കൂറിൽ 57 കിലോമീറ്ററും അതുപോലെ തന്നെ പാലത്തിൽ 55 കിലോമീറ്ററും കാറ്റ് വീശി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാലാവസ്ഥ പ്രതികൂലമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അവർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.